പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സിബിൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഗെയിമിനകത്ത് എന്ത് ഫെയർ ആണ് ഉള്ളത്? സിബിൻ ഇനി തിരിച്ചു വന്നതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? സിബിൻ്റെ യഥാർത്ഥ അസുഖം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ ഇന്നലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓങ്ങി എറിഞ്ഞ് അതായിരിക്കും ഇതായിരിക്കും കിടന്ന് ഡ്രാമ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം കുറേ പേരുടെ തലമണ്ടയ്ക്കകത്തോട്ട് വന്ന് കയറി. പക്ഷേ ഇപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത്. ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയി. ഒരു കണ്ടസ്റ്റൻ്റ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു ലെവലിലേക്കൊക്കെ സിബിൻ പോയി. എന്താണ് അവസ്ഥ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ സിബിൻ്റെ അവസ്ഥ എന്താണ്? ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിബിൻ പുറത്ത് പോയതിനു ശേഷം എന്താണ് നടന്നത് എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുതരാം. സിബിനെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയ സമയത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സിബിൻ, ഞാൻ അറിഞ്ഞൊരു വിവരമാണ്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സിബിനെ ആവശ്യപ്പെട്ടിരുന്നത് എനിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണം. ഞാൻ ഇന്നലെ റിവ്യൂവിൽ എന്ത് സാധനമാണോ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് എക്സാക്റ്റ് നടന്നതെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണം. കാരണം ജാസ്മിൻ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് അവർക്ക് എഗെയിൻസ്റ്റ് കളിച്ചു. എന്നെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞതോ ജാസ്മിനുമായിട്ട് ഞാൻ എതിർത്ത് നിൽക്കുന്നതോ ഈ വീട്ടുകാരനോ ഒന്നുമല്ല. എനിക്ക് പുറത്തെ കാര്യം കൊണ്ടാണ് ഞാനിങ്ങനെ മെൻ്റലി ഇങ്ങനെ ആയിരിക്കുന്നത്. എനിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയണം. 2 ദിവസം നിന്ന് മാറി നിൽക്കണം. പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കണം. ഇതുപോലത്തെ ഡിമാൻഡുകളായിരുന്നു സിബിൻ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. ഇല്ല, പറ്റില്ല, ആ സംഭവം പറ്റില്ല, പുറത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീണ്ടും സിബിനെ ഇന്നലെ വീട്ടിൽ കയറ്റിയത്. പക്ഷേ സിബിൻ വീണ്ടും എനിക്ക് വയ്യ, എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സൈക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും അവസ്ഥയിലോട്ട് എത്തിക്കാം, ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക, ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കാവുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് സിബിനെ തിരിച്ച് ഇന്നലെ രാത്രി വീടിനകത്തേക്ക് കയറ്റി വിടുന്നത്. അതിനുശേഷമാണ് സിബിൻ വന്നിട്ട് ഓക്കെ ആയി നോക്കാം, 1 വീക്ക് പിടിച്ച് നിൽക്കാം എന്നെല്ലാം പറഞ്ഞു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ ഋഷി സിബിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ എന്ത് പറ്റി സിബിനെണ്ണ, നിങ്ങളുടെ ചിരിക്കകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. വേണ്ട, എന്തോ ഉണ്ടടാ, ഒന്നുമില്ലടാ, നിങ്ങളെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാടാ പോണത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ, കാരണം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പോയ ആളെ നിങ്ങളെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാടാ പോകണമെന്ന് ചോദിക്കാൻ മാത്രം. അതിന് മുമ്പേ പറഞ്ഞിരുന്നത് എനിക്കിവിടെ ആരും വേണ്ട, എനിക്കിവിടെ ആരുമില്ല, ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലില്ല പോകണം എന്നാണ്. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. പക്ഷേ ആ സംഭവം ഇതിനൊരു തെളിവെന്ന് പറയാൻ അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് വീട്ടുകാരടുത്ത് ഓക്കെ ഒരുവിധം സംസാരിപ്പിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഒരു സമയം വരെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു നേരമായിട്ട് അത് കണ്ടില്ല. സിബിൻ വീട്ടുകാരോട് സംസാരിപ്പിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇന്നൊരു നേരമായിട്ടും വീട്ടുകാരോട് സംസാരിക്കുന്നുമില്ല, ബിഗ് ബോസിനെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നുമില്ല, ഒന്നുമില്ല എന്നൊരവസ്ഥയായപ്പോഴാണ് വീണ്ടും സിബിൻ ഇഷ്യൂ തുടങ്ങിയത്. എനിക്ക് പോകണം, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് ആ പ്രശ്നമാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് വീണ്ടും സിബിനെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കണ്ട സമയത്ത് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു നിവൃത്തിയില്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സിബിൻ അറിയുകയുണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇപ്പോൾ കുറേ പേര് ചോദിക്കും, നീ അങ്ങനെ ഇതറിഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണ്. ഇപ്പോൾ സിബിൻ പറയുന്നത്, സിബിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം എനിക്ക് മാറി നിൽക്കണം എന്നാണ്. വീട്ടുകാരുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സിബിൻ അറിഞ്ഞു എന്നൊരു വിവരമാണ് കിട്ടുന്നത്. ഇത് മാത്രമല്ല, റസ്മിൻ്റെ കേസ്, റസ്മിൻ പുറത്തു പോയ സമയത്ത്, ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് റസ്മിനും കാര്യങ്ങൾ ഇതുപോലെ അറിഞ്ഞു എന്നൊരു കാര്യം ഇന്നിപ്പോൾ ഷോക്കകത്ത് തെളിവോടുകൂടി വന്നു. ഞാൻ ആ ലൈവ് കണ്ടില്ല, ആ തെളിവോടുകൂടി വന്നു. എല്ലാവരും അതൊന്ന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഷോയ്ക്കകത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഷോയ്ക്ക് പുറത്തു പോകുന്നൊരു കണ്ടീഷൻ, ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ അറിയും, അത് വേറൊരു കാര്യം. പക്ഷേ സിബിൻ ഇവിടെ ആവശ്യപ്പെടുകയാണുണ്ടായത്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കണ്ടന്റാണ് മുഖ്യം. അവർക്ക് ഇത്രയും വലിയൊരു കണ്ടന്റ് മരം ഇടിഞ്ഞു വീഴുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വിടുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സിബിൻ അറിഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കും അന്ന് ജാസ്മിൻ്റെ കേസും ഇതുപോലെ നടന്നില്ലേന്ന്. ജാസ്മിൻ്റെ കേസിൽ ജാസ്മിൻ അങ്ങോട്ട് പോയി പറഞ്ഞതല്ല എനിക്ക് പുറത്തെ കാര്യം അറിയണമെന്ന്. ജാസ്മിൻ്റെ വാപ്പയാണ് വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ജാസ്മിൻ അതുവരെയും പുറത്ത് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞില്ലേ. ഇത് ഈ പറയും പോലെ സിബിനെ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ കണ്ടന്റാണ് മുഖ്യം. പിന്നെ ഇത് ഞാൻ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം പറയുകയാണ്. ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ, ഹിന്ദിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പറയാം, എടുക്കാം, ഒരു കുഴപ്പമില്ല.
ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സംഭവമാണ് ഹിന്ദി ബിഗ് ബോസ്. നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ മാറ്റിപ്പിടുത്തം ആ ലെവൽ വരെ ഇപ്പം എത്തി. നമുക്ക് നോക്കാം ഇത് നമുക്ക് എപ്പോൾ തെളിയിക്കാൻ പറ്റും എന്ന് ഒത്തിരി പേര് ചോദിക്കുമായിരിക്കും. കാരണം നീ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് നമ്മളെങ്ങനെ വിശ്വസിക്കും? ഒരു തെളിവില്ല ഇതിന്, അതില്ല ഇതിന്. ഞാൻ പറയണത് നിങ്ങളൊന്ന് കേൾക്ക്. സിബിൻ ഉറപ്പായിട്ടും തിരിച്ചു വരും, ഷോയിൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഒരാളുടെ മുഖമാണ് അയാളുടെ മനസ്സിൻ്റെ കണ്ണാടി തന്നല്ലോ. സിബിൻ ഇനി വന്ന് പറയാൻ പോകുന്ന ഓരോ ഡയലോഗുകളും, ഓരോ കാര്യങ്ങളും, ഓരോ പ്രവർത്തികളും, ഓരോ ടാർഗറ്റ് ചെയ്യുന്നതും എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. എന്താണ് നടക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സിബിൻ്റെ കോൺഫിഡൻസ് ലെവൽ നമുക്കറിയാം മൈനസ് ലെവലിലാണ് സിബിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് വയ്യ, എനിക്ക് പോകണം, എനിക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ സിബിൻ്റെ കോൺഫിഡൻസ് ലെവല് നോർമലിൽ നിന്നും വളരെ താഴെയാണ്. അതാണ് ഞാൻ പറഞ്ഞ -ഡിഗ്രിയിലാണ് കിടക്കുന്നത് സിബിൻ്റെ കോൺഫിഡൻസ് ലെവല്. ഈ സിബിൻ തിരിച്ച് വീടിനകത്ത് ഇനി കയറി വരുമ്പോൾ നോക്കിയോ, അത് ലക്ഷക്കണക്കിന് ഉയരത്തിലായിരിക്കും സിബിൻ്റെ കോൺഫിഡൻസ്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. കാരണം പുറത്തെ കാര്യങ്ങൾ സിബിൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെവലിലല്ലേ സിബിൻ നിൽക്കുള്ളൂ. ഇനി ഞാൻ എന്തിനിങ്ങനെ നിൽക്കണം? ഇനി വല്ല കാര്യമുണ്ടോ? ഇനി ഞാൻ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പുറത്തെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ് ശരിയാക്കി തരാം, എല്ലാവരും ഞാൻ വാരി പൂശി തരാം. ഈ ജിൻഡോ അല്ല, ഈ പറയുന്ന സിബിനും ഇപ്പോൾ എതിരെ നിൽക്കാൻ പോകുന്ന ജാസ്മിനും ജിൻഡോയ്ക്കും ഒക്കെ എതിരെ നിൽക്കും കറക്റ്റായിട്ട്. ഒരു പക്ഷേ സിജോ വരുന്ന കാര്യം പോലും സിബിൻ അറിഞ്ഞിട്ടുണ്ടാവും. സിജോ വരുന്ന കാര്യം പോലും സിബിൻ പുറത്തു പോയ സമയത്ത് എനിക്ക് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞു കാണും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനെ വലിയ ഒരു സംഭവമാക്കി വലിയ ഒരു വിഷയമാക്കി മാറ്റേണ്ട കാര്യമില്ല. ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ജെനുവിനിറ്റി കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഈ ഒരു സംഭവം നിങ്ങളോട് എനിക്ക് അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അല്ലാതെ ഞാൻ ഈ പറയുമ്പോൾ കുറേ എണ്ണം അന്തങ്ങൾ ചാടി വരും സിബിനെ അറ്റാക്ക് ചെയ്യാൻ, സിബിനെ ടാർഗറ്റ് ചെയ്യാൻ, സിബിൻ്റെ വോട്ട് കുറയ്ക്കാൻ നീ ഇറങ്ങിയതല്ലേ. അങ്ങനെ ഒന്നുമല്ല. ഞാൻ അറിഞ്ഞ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതിനെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും ഞാനിത് നോക്കിക്കോളാം. കാരണം ഞാൻ വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട്. ഞാൻ കുറച്ച് നേരം ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട്. ഇന്നലെ പക്ഷെ ഞാൻ ഈ സാധനം ഞാൻ ഗസ് ചെയ്തു. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ. ഞാൻ പറഞ്ഞു അയാൾക്ക് യഥാർത്ഥത്തിൽ സുഖമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് എല്ലാം തെറ്റാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സുഖമില്ലാത്തതല്ല ഡ്രാമയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തിനിങ്ങനെ ഒരു ഡ്രാമ കളിക്കണം? ഞാൻ പറയട്ടെ, സിബിന് അസുഖമില്ല എന്ന് കരുതുക, സിബിൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചു എന്ന് നിങ്ങൾ കരുതുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം സിബിൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കേണ്ടിയിരിക്കുന്നത്? പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. സിബിൻ തന്നെ ഇന്നലെ ലൈവിൽ പല ഇൻസിഡൻസിലും പറയുന്നുണ്ട്, പുറത്തെ കാര്യം ആലോചിച്ച് ഞാൻ നെഗറ്റീവാണ്, പുറത്തെന്താ നടക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ആണോ, എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഗെയിം തീർന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയൂ. കുറേ അന്തങ്ങൾ ഇപ്പം മലമറിഞ്ഞ് ചാടി എൻ്റെ മണ്ടയിലോട്ട് വരും. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും നിങ്ങൾ അന്തം ഫാൻസായിട്ടിരിക്കുകയാണ്, ടോക്സിക് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ല. കുറച്ച് ആൾക്കാരെ വാടകയ്ക്കെങ്കിലും പറഞ്ഞു വിടാം. കാരണം തൂത്ത് വൃത്തിയാക്കി ഇടുമല്ലോ. അല്ലാതെ ഞാൻ എന്താ പറയുക? ഇതാണ് റിയലായിട്ട് നടന്ന സംഭവം എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.